ബീനമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പയറ് മെഴുക്ക് വരട്ടിയാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ റെഡ് ബീൻസ് ആണ്. ഇത് നമ്മൾ തലേദിവസം തന്നെ ആവശ്യത്തിനെടുത്ത് വെള്ളത്തിലിട്ട് നല്ല കുതിർത്തെടുക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പും പയറും കൂടി ചേർത്ത് നന്നായിട്ട് കുക്കറിനകത്ത് ഒരു 7-8 വിസിലെങ്കിലും വേണം. അത്രയും നല്ല വേവുണ്ട് ഇതിന്. അത് കഴുകുവാരി അടുപ്പത്ത് വെച്ച് നമ്മൾ സബോളയാണ് ഞാൻ ചേർക്കുന്നത്. ആ സബോള നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്ത്, ചെറുതാക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കനം കുറച്ച് അരിഞ്ഞെടുത്ത്, സബോള എടുക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് രണ്ടെണ്ണം. ഇപ്പോൾ നമുക്ക് വലുതായതുകൊണ്ട് ഉള്ളി ആകുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കണം. അത് അരിഞ്ഞൊക്കെ വരാൻ ഉള്ളി ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ സബോള 2 എടുത്തു. എനിക്ക് സബോളയൊക്കെ കൂടുതൽ ചേർക്കുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സബോള എടുത്തിരിക്കണം എളുപ്പത്തിന്. അപ്പോൾ അതരിഞ്ഞ് നമ്മൾ നല്ലപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് പയർ വെന്ത് കഴിയുമ്പോൾ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ വേറെ പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് പാത്രം ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടുക് ഇട്ട്, അതുപോലെ ഉള്ളിയിട്ട്, അതുപോലെ തന്നെ വേപ്പില ഇട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറയണ സവോള ഇട്ട് നല്ലപോലെ വാട്ടുക. നല്ലപോലെ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ചുവന്ന കളർ എന്ന് വെച്ചാൽ വേകുന്നൊരു ടൈം നമുക്കറിയാമല്ലോ. ആ ടൈമിന് നമ്മൾ ചെയ്യുക. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ ഇതിന് മാത്രം ഉപ്പിട്ടാൽ മതി. ഈ സവോളയ്ക്ക് മാത്രം ഉപ്പിട്ടാൽ മതി. പയറിന് ഉപ്പിട്ട് വേവിച്ചതല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് വേണം കുറച്ച് മസാലയൊക്കെ ചേർക്കാം കേട്ടോ. വേണ്ടുന്നവർക്ക് മസാല ചേർത്ത് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ അതൊന്ന് വാടിയൊക്കെ വരട്ടെ സവോള. എന്നിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ അത് ഏകദേശമൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുളക് പൊടി ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പച്ചപ്പൊക്കെ മാറി ആ മുളകൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പയറിടാം. അതേ പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമുണ്ട്, ആ കുറച്ച് വെള്ളം വേണം. ഇപ്പം ഇനിയിപ്പോൾ നമുക്കതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മുളകും ഒക്കെ ഒന്ന് യോജിച്ച് വരണ്ടേ പയറുമായിട്ടൊക്കെ, അതിന് വേണ്ടിയാണ്. അപ്പോൾ അതൊന്ന് നല്ലപോലെ പറ്റിച്ച് കുറച്ച് വെള്ളമേ ആകാവുള്ളൂ കേട്ടോ. അതുപോലെ നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ആ വെള്ളം അങ്ങ് പറ്റുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ പയർ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ, നല്ല പയറാണ്, നല്ല ടേസ്റ്റുള്ള പയറാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്.